ധനികനായ യുവാവിനോട് ഈശോ പറഞ്ഞു, നിന്റെ ധനം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരിക. മുക്കുവരായ പത്രോസിനോടൊക്കെ ഈശോ പറയുന്നുണ്ട്, വള്ളവും വലയും ഉപേക്ഷിച്ച് വരാൻ. അതുപോലെ വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ തീർത്തു വരാമെന്ന് പറഞ്ഞവനോട് ഈശോ പറയുന്നുണ്ട്, വീട്ടുകാരെ ഉപേക്ഷിച്ച് വരാൻ. സത്യത്തിൽ കയ്യിലുള്ളത് കളയാനോ കൂടെയുള്ളവരെ ഉപേക്ഷിക്കാനോ അല്ല, അവരുടെ ജീവിതത്തിലെ മുൻഗണനാക്രമത്തെ തിരുത്തുവാണ് ഈശോ. നിന്റെ സ്വത്വം ചില വസ്തുക്കളോ തൊഴിലോ ആളുകളോ അല്ല, അത് നീ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങളുമാണ്. അതിനുശേഷം മാത്രമാണ് നീ എന്ത് ചെയ്യുന്നുവെന്നും നിനക്കെന്തുണ്ട് എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ. സമ്പത്തിനും തൊഴിലിനുമൊക്കെ മുകളിൽ ക്രിസ്തുവിനെയും അവൻ പഠിപ്പിക്കുന്ന മൂല്യങ്ങളെയും വയ്ക്കാനാകണം. അവയെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ തൊഴിലിനെയും ബന്ധങ്ങളെയും സമ്പത്തിനെയും ഒക്കെ സമീപിക്കുക. അവയൊന്നും നിനക്ക് നഷ്ടപ്പെടുവല്ല, ഇരട്ടിക്കുകയാണ് ചെയ്യുക. ആത്മാർത്ഥതയോടെ സമീപിക്കുമ്പോൾ ബന്ധങ്ങളും, സത്യസന്ധതയോടെ സമീപിക്കുമ്പോൾ സമ്പത്തും, നീതിയോടെ സമീപിക്കുമ്പോൾ തൊഴിലിടവുമൊക്കെ സമൃദ്ധമാകും, സുന്ദരമാകും. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് നീ നേടാൻ ശ്രമിക്കുന്നതൊക്കെ നിനക്ക് നഷ്ടപ്പെടും. ക്രിസ്തുവിനായി നീ 2ാം സ്ഥാനത്തേക്ക് മാറ്റിവെച്ചവയൊക്കെ ഇരട്ടി മധുരത്തോടെ മടങ്ങി വരും.